ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാര പ്രതിനിധിയും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനറും കൂടിക്കാഴ്ച നടത്തുകയാണ്. PS നാരായണവർമ്മയും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനറും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാറും തമ്മിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, അങ്ങേയറ്റം പ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനറും SGR കുമാറും അതുപോലെ പന്തളം പ്രതിനിധി നാരായണവർമ്മയുമാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. നമുക്കറിയാം, ശബരിമലയിൽ ഈ സ്വർണ്ണക്കടത്ത്, ഈ സ്വർണ്ണ കവർച്ചയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച. എങ്ങനെ കാണാം ഈ കൂടിക്കാഴ്ചയെ? ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെയാണ് ഇപ്പോൾ SGR കുമാറും ഒപ്പം തന്നെ പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറിയും പന്തളം കൊട്ടാരം കുടുംബാംഗവുമായ PN നാരായണവർമ്മയും തമ്മിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഉള്ള വലിയ വിവാദം കത്തി നിൽക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച തന്നെ. കാരണം പന്തളം കൊട്ടാരം അവരുടെ ആശങ്കകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകൾ പലവട്ടം പല ഘട്ടങ്ങളിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാർ നേരത്തെ ആചാര ലംഘനത്തിന് ശ്രമിച്ചപ്പോഴടക്കം പന്തളം കൊട്ടാരം അവിടെ ഏറ്റവും സുപ്രധാനമായ നിർണായകമായ തീരുമാനങ്ങളുമായി ശക്തമായി നിലയുറപ്പിച്ച ഇതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്കകളാണ് എല്ലാ ഭക്തരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഇത്ര വലിയ ഒരു പകൽക്കൊള്ള അവിടെ നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ ഒരു സമര പരിപാടികളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു അയ്യപ്പ സേവാ സമാജവും ഒപ്പം തന്നെ ശബരിമല അയ്യപ്പ സേവാ സമാജവും ശബരിമല കർമ്മസമിതിയും എല്ലാം അത്തരം ഒരു സമര പരിപാടികളിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് യോജിച്ച് മുന്നോട്ട് പോകുന്നതിനും വേണ്ടി ഉള്ള ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം പനമ്പള്ളി നഗറിലുള്ള SGR കുമാറിന്റെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ചാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വരുന്നു, ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ വിഷയമായി വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ കർമ്മസമിതി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ഒപ്പം തന്നെ ഭക്ത സംഗമത്തിന് ഒരു പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ശബരിമലയെ തകർക്കാനുള്ള ഏത് നീക്കത്തിനും എതിരെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനും ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണത്തിലൂടെ ഇത്തരത്തിൽ അവിശ്വാസികളുടെ സംഘം നിയന്ത്രിക്കുന്ന സർക്കാർ വിശ്വാസങ്ങളെ ശബരിമല വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ഏത് വിധേനയും ശക്തമായി നേരിടുക, വിശ്വാസം സംരക്ഷിക്കപ്പെടുക, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ്. ഇത്ര വലിയ ഒരു ക്രമക്കേട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. അവിടെ ഒരു സുപ്രഭാതത്തിൽ സ്വർണം ചെമ്പായി മാറുന്ന ഒരു പ്രതിഭാസം, അതിൽ ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ചെല്ലാം വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുന്നു. അത്തരം ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഏറ്റവും സുപ്രധാനമായി തന്നെയുള്ള ഈ കൂടിക്കാഴ്ച മുന്നോട്ട് പോകുന്നത്. അതിന് ശേഷം ചില തീരുമാനങ്ങൾ, സമരപരിപാടികൾ അടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ കർമ്മസമിതിയുടെ എല്ലാ മുന്നോട്ടുള്ള സമരപരിപാടികൾക്കും നീക്കങ്ങൾക്കും എല്ലാം തന്നെ പൂർണ്ണ പിന്തുണ തന്നെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പന്തളം കൊട്ടാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ്. നേരിട്ട് അദ്ദേഹം പന്തളം കൊട്ടാരം കുടുംബാംഗമായ PN നാരായണവർമ്മ നേരിട്ട് SGR കുമാറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇരുവരും ആശങ്കകൾ തന്നെയാണ്. അവരുടെ ആശങ്കകളാണ് പ്രധാനമായും അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ശബരിമലയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അഥവാ ഭരണപരമായ വീഴ്ചയുടെ കൂത്തരങ്ങായി ദേവസ്വം ബോർഡ് മാറിയ ഒരു ഗുരുതരമായ സാഹചര്യമുണ്ട്. കൃത്യമായ വാർഷിക കണക്കെടുപ്പ് പോലും നടക്കാത്തൊരു സാഹചര്യം. യഥാർത്ഥത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോൾ പോലും പുറത്തു വരില്ലായിരുന്നു. അപ്പോൾ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിൻ്റെ ഓരോരോ പുതിയ മേഖലകൾ, പുതിയ കഥകളെല്ലാം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായ ഒരു മറുപടി ദേവസ്വം ബോർഡിനില്ല. നാളെ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. നാളെ മുതൽ ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നാമജപ ഘോഷയാത്ര തുടങ്ങാൻ പോകുകയാണ്. അത്തരത്തിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് എങ്ങനെയാണോ കണ്ടത് ആ രീതിയിലേക്ക് ഈ
ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഹിന്ദു ഐക്യവേദി കടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്ന ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ സന്നിധാനം പോലീസിൽ ഇന്നലെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രതികളെ പിടികൂടി അയ്യപ്പന്റെ സ്വർണം ആരാണോ മോഷ്ടിച്ചത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SGR കുമാർ നിയമപരമായ പോരാട്ടത്തിലാണ്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ പന്തളം പ്രതിനിധി നാരായണ വർമ്മ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം. സ്വാഭാവികമായും അയ്യപ്പന്റെ സ്വത്ത് അത് നഷ്ടപ്പെടുമ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവരും കൂടി യോജിച്ചുള്ള വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ വിഷയം മാറുന്നു. ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് ഈ കൊള്ളയ്ക്കെതിരെ ഈ നിരീശ്വരവാദികൾ അവർ നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡിനെതിരെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ സൂചനകളാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ജിജേഷ്, തീർച്ചയായും വലിയൊരു പ്രക്ഷോഭങ്ങൾക്ക് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ തയ്യാറെടുക്കുന്നത്. ആ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. എങ്ങനെയാണോ നേരത്തെ ആചാര ലംഘനത്തിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് ശബരിമലയും കേരളമാകെയും സാക്ഷ്യം വഹിച്ചത്, അതിന് സമാനമായ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക് തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും സാക്ഷ്യം വഹിക്കുക. കാരണം ഭക്തരുടെ ഇടയിൽ അവരുടെ മനസ്സുകളിൽ അത്രയേറെ വേദന സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സംഭവം എന്നത് തന്നെയാണ്. അവിടെ സ്വാമി അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളിൽ പോലും ഇത്തരത്തിൽ അതിൽ നിന്ന് പോലും സ്വർണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ശബരിമലയുടെ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ചിത്രത്തൂണുകളിൽ നിന്നടക്കം ഈ സ്വർണം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവർത്തനമാണ്. എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ അവിശ്വാസികൾ തലപ്പത്തിരിക്കുന്ന, അവിശ്വാസികൾ നിയന്ത്രിക്കുന്ന ശബരിമലയോട് യാതൊരു തരത്തിലുള്ള പ്രതിപത്തിയും ഇല്ലാത്ത ശബരിമലയെ തകർക്കം കൂട്ടുനിൽക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് പോകുന്ന ആളുകൾ ഭരണം കൈയാളുന്ന ഭരണസമിതിക്ക് എങ്ങനെയാണ് ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവർ ആ ശബരിമലയെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുമല്ലോ എന്ന ആശങ്ക ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും എല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ഈ സമര പരിപാടികളിൽ കൂട്ടായ ഒത്തൊരുമിച്ച് ഒരു ജനകീയ സമരമായി ഭക്തരുടെ കൂട്ടായ്മയായ പ്രക്ഷോഭം വീണ്ടും മാറുന്നു. ശബരിമല പ്രക്ഷോഭ കാലത്തേതിന് ശരി ജിജേഷ്, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വാഭാവികമായും അവർ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്.